നമസ്കാരം. ഉളുപ്പുണ്ടോ കോൺഗ്രസുകാരെ? ഒരു സ്ത്രീലമ്പടനെ പാർട്ടിയിൽ ഇപ്പോഴും നേതൃസ്ഥാനത്ത് പാർട്ടിയുടെ MLA ആണ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതികൾ പോലീസിന് സമർപ്പിച്ചു എന്ന് വലിയ വായിൽ വീരവാദം പറയുമ്പോഴും കേരളത്തിലെ കൊടികുത്തിയ നേതാക്കന്മാർ ആരെയാണ് ഭയക്കുന്നതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അല്ലെങ്കിൽ പിന്നെ തെളിവുകൾ സഹിതം പല പരാതികൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്രയും നാളും ലഭിച്ചിട്ടും എന്തുകൊണ്ട് രാഹുലിന് കോൺഗ്രസ് നേതൃത്വം കുടപിടിച്ചു? കെ കരുണാകരനെയും ഇന്ദിരാഗാന്ധിയെയും ഉൾപ്പെടെ പിന്മുറക്കാരെ മുഴുവൻ നാഴികയ്ക്ക് 40 വട്ടം പാടിപ്പുകഴ്ത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് ഇന്നലത്തെ മഴയത്ത് പൊട്ടിമുളച്ചുവെന്ന പാർട്ടിയല്ല എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ രാഹുലിന്റെ MLA സ്ഥാനം ഉൾപ്പെടെ തിരിച്ചു വാങ്ങി പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് പട്ടിയടച്ച് പിണ്ടം വെക്കാനും കഴിയാത്തതിന്റെ പിന്നിലെ കാരണമെന്ത് എന്ന് കേരളം ഒന്നടങ്കം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഷാഫി പറമ്പിൽ MLA വലം കൈയും വിശ്വസ്ത സേവകനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായി ഇക്കഴിഞ്ഞ നാൾ മുതൽ കേരള കോൺഗ്രസിൽ അഴിഞ്ഞാടിയ രാഹുലിന്റെ കാമകേളികൾ മുഴുവൻ വളരെ വ്യക്തമായി ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ത്രീ നേതാക്കന്മാർ ഒന്നടങ്കം പറയുമ്പോൾ ഷാഫി പറമ്പിൽ എന്തിന് ഇതൊക്കെ മറച്ചുവെച്ചു? എന്തിന് മറച്ചു വെച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സ്ത്രീലമ്പടനെ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കൂട്ടുനിന്നു? മടിയിൽ കനമില്ലാത്തവർക്ക് ശക്തമായി രാഹുലിനെ പുറത്താക്കാനും രാഹുൽ പുറത്താകേണ്ടവനാണ് എന്ന് പറയാനും കഴിയും. പക്ഷേ മടിയിൽ കനമുള്ളവർക്കാണ് പലപ്പോഴും നിലപാടെടുത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത്. ഷാഫി പറമ്പിലിനെ വ്യക്തമായ പരാതി കിട്ടിയിട്ടും അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അന്വേഷണത്തിന്റെ ഗതി ഇനി ഷാഫിയിലേക്കാണോ നീളുന്നതെന്ന അഭ്യൂഹങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതീവ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന നേതാവിനെ ലൈംഗികാരോപണ കുറ്റങ്ങൾ കൂടിക്കൂടി വരികയും രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് രാഹുലിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. രാഹുലിനെ പൂർണ്ണമായി പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതിനെ പറ്റിയും കോടതിയിൽ രാഹുലിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്ത പക്ഷം MLA സ്ഥാനം ഉൾപ്പെടെ അനിശ്ചിതാവസ്ഥയിൽ ഇരിക്കുന്നതിനിടയിലും രാഹുലിന്റെ കുരുക്ക് ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറഞ്ഞ് രാഹുലിന്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലിന്റെ കഴുത്തിലും കൂടി മുറുകുകയാണ്. രാഹുലിന്റെ സ്ത്രീ വിഷയങ്ങൾക്കെല്ലാം മറ പിടിച്ചതും കുട പിടിച്ചതും ഷാഫി പറമ്പിലാണെന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ ഇക്കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഷാഫി പറമ്പിൽ നേടിയെടുത്ത ജനവിശ്വാസ്യത കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ക്രൂരമായ ലൈംഗിക പീഡന വിനോദങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടും സംരക്ഷിച്ചവർ സമൂഹത്തിന്റെ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ വ്യാഖ്യാനവുമായി രംഗത്ത് വരുന്നത് മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന വിശദീകരണങ്ങളൊക്കെ. 3 വർഷത്തിനുള്ളിൽ ലഭിച്ച പരാതികളെല്ലാം ഒതുക്കി ഒടുവിൽ തെളിവുകൾ പുറത്തു വന്നപ്പോഴാണ് ഗത്യന്തരമില്ലാതെ സസ്പെൻഡ് ചെയ്തത്. അതിനെ പരാതിയില്ലാതിരുന്നിട്ടും നടപടിയെടുത്തു എന്നാണ് കോൺഗ്രസിന്റെ മഹാനീതിയായി വ്യാഖ്യാനിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ നിരവധി പരാതികളുണ്ട്. 3 വർഷം മുൻപ് VD സതീശനോട് പരാതിപ്പെട്ടിരുന്നതായി യുവനടി വെളിപ്പെടുത്തി. ഇത്രയും പരാതികൾ നിലനിൽക്കെയാണ് 2023 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാക്കാൻ ഷാഫി പറമ്പിൽ ചരട് വലിച്ചത്. അതിന് VD സതീശന്റെയും ചാണ്ടി ഉമ്മൻ ഒഴികെയുള്ള A ഗ്രൂപ്പിന്റെയും ശക്തമായ പിന്തുണയുണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. രാഹുലിനെ പ്രസിഡന്റ് ആക്കാൻ പൊക്കിയെടുത്ത് കൊണ്ടുവരുമ്പോൾ ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറിയുമായ എഴുത്തുകാരി MA ഷഹനാസ് സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലും പറയുന്നുണ്ട്. നേരത്തെ തന്നെ പരാതികൾ ഉണ്ടായിരുന്നതായി രമേശ് ചെന്നിത്തലയും രാജ്മോഹൻ ഉണ്ണിത്താനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും പാലക്കാട് DCCയുടെ എതിർപ്പുകൾ അവഗണിച്ച് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി. അതിനും ചരട് വലിച്ചത് ഷാഫി പറമ്പിലായിരുന്നെങ്കിലും VD സതീശനും KC വേണുഗോപാലും സഹായിച്ചു. സ്ത്രീകളോടുള്ള ക്രൂര വിനോദങ്ങളുടെ പരാതികൾ ലഭിച്ചിട്ടും അതിലൊന്നുപോലും പോലീസിനെ കൈമാറാനോ പാർട്ടിക്കുള്ളിൽ ശാസിക്കാനോ പിടിച്ച് പുറത്താക്കാനോ നേതൃത്വം തയ്യാറായിരുന്നില്ല. പകരം നല്ല കഴിവുള്ള ചെറുപ്പക്കാരൻ എന്ന വാഴ്ത്തുപാട്ടുകളായി. പാർട്ടിയുടെ നിയമവും നീതിയും ഒന്നും അനുസരിക്കാനും പാലിക്കാനും കഴിയുന്നില്ല എങ്കിലും തെറ്റു ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന കർത്താവിന്റെ തിരുവചനം എല്ലാവരും ഒരേപോലെ അനുസരിക്കുന്നുണ്ട്. പക്ഷേ ഈ നെറുകേട്, ഈ വിഴുപ്പ് ഭാണ്ഡം കേരളത്തിന്റെ മനസാക്ഷി പൊറുക്കില്ല, മറക്കില്ല കോൺഗ്രസുകാരെ.